മുന്നേറുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അതുകൊണ്ട് നാം മരണശേഷവും നമ്മിലേക്ക് പ്രതിഫലം ഒഴുകി എത്തുന്ന പുണ്യപ്രവർത്തനങ്ങളായ ജാരിയായ സ്വതക്കകളുടെ മേലെ നമ്മൾ ശ്രദ്ധ പുലർത്തുക, അതിൽ നമ്മൾ ജാഗ്രത കാണിക്കുക. അതല്ലേ, അതുകൊണ്ട് തന്നെയല്ലേ ഒന്നാമതായി ജാരിയായ, അതായത് മരണശേഷവും നമുക്ക് നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഒഴുകിയെത്തുന്ന ഒന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? നാം മനസ്സിലാക്കണം. ആന്തരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, ഏതൊരുവനാണോ ഈ ഭൂലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നത്, അവന്റെ ഖബറിലേക്കുണ്ടല്ലോ അവൻ ചെയ്ത പ്രതിഫലങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന ദുനിയാവിൽ അവൻ ജീവിച്ചിരുന്നപ്പോ ചെയ്ത ജാരിയായ സദഖകളുണ്ടല്ലോ, അതിലൊന്നാമതായി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരുവൻ ഇൽമ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യലാണെന്ന്, ഇത് ജാരിയായ സ്വതക്കയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ റസൂൽ പറയുകയാണ്, ജാരിയായ സദഖകളിൽ പെടുന്നതാണ് ഇൽമൻ അല്ലമഹു വനശറഹു, ഇൽമ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്ന് ഉസ്താദുമാര് യൂട്യൂബിൽ കയറി വയല് പറയുന്നത് കാശിന് വേണ്ടിയാണെന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ. ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മുടെ നിയത്ത് എന്താണെന്നറിയുമോ? നമ്മൾ ഇന്ന് ഈ ഇൽമുകൾ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഇൽമുകൾ നമ്മുടെ മരണശേഷം, ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാലും ആ ഖബറിലിരിക്കുമ്പോൾ ഈ പറഞ്ഞു കൊടുത്ത ഇൽമുകള്, ഈ അറിവുകള്, അള്ളാഹുവിന്റെ നൂറാനിയത്തായ ഇൽമുകൾ, അള്ളാഹു നൽകിയ ഈ ചെറിയൊരു ഇൽമുകള്, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ലോകത്ത് പ്രചരിപ്പിക്കാൻ കഴിയുമോ ആ രീതിയിൽ എല്ലാം പ്രചരിപ്പിക്കുമ്പോൾ, ഞാൻ മരണപ്പെട്ടു പോയി കഴിയുമ്പോഴും ഈ ഒരു വീഡിയോയിലൂടെ അത് കാണുമ്പോൾ ഒരു അറിവ് അവന് കിട്ടുകയും അതനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം അവൻ ചെയ്യുമ്പോൾ അവന് കിട്ടും പ്രതിഫലം. അതുപോലെ തന്നെ ഒട്ടും കുറയാതെ തന്നെ ആ ഒരു പ്രതിഫലം എൻ്റെ ഖബറിലേക്കും കടന്നു വരുമല്ലോ എന്നൊരു അതിയായ ആഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ കാശുണ്ടാക്കാൻ അതുപോലുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല. ഇവിടെ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കണം. ഇതാണ്